ഏറ്റവും സമാദരണീയനായ ഹെഡ് മാസ്റ്റർ സുധീർ സർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി MMO കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡോട്ടി ജോൺ, ഡെപ്യൂട്ടി HM മറിയമ്മക്കുട്ടി ടീച്ചർ, സജി തോമസ് സാർ, നവാസ് സാർ, മറ്റു അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികളെ, സെപ്റ്റംബർ 16 നമ്മൾ ഇന്ന് ഓസോൺ ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളുകളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമുചിതമായി ആഘോഷിച്ചിരുന്ന ഈ ഓസോൺ ദിനാചരണം, പല പ്രോഗ്രാമുകളായി നമ്മൾ ആചരിച്ചിരുന്ന ഓസോൺ ദിനാചരണം ഇന്ന് ഓൺലൈനുകളിലേക്ക് മാറി. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് നമ്മുടേതായ ജോലികളിലാണ്. ഈ കാലത്തെ അതിജീവിച്ചുകൊണ്ട് നാം തീർച്ചയായും നമ്മുടെ കലാലയത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം, ഓസോൺ ദിനാചരണം ഭൂമിക്ക് ഒരു കുടയായി, കവചമായി നിലകൊള്ളുന്ന ഓസോൺ പാളിയിൽ ഞാനും നിങ്ങളുമടങ്ങുന്ന മനുഷ്യരാശിയുടെ അനിയന്ത്രിതമായ ഇടപെടൽ മൂലം പല വിഘാതങ്ങളും വിള്ളലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ പല രശ്മികളെയും മനുഷ്യ ശരീരത്തിന് ഹാനികരമാകാത്ത രീതിയിൽ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഓസോൺ പാളിയാണ്. ഇന്ന് ആ ഓസോൺ പാളിയിൽ ധാരാളം വിള്ളലുകൾ വീഴുകയും അതിൻ്റെ ഫലമായി ധാരാളം നമ്മുടെ ശരീരത്തിന് ഹാനികരമായ പല രശ്മികളും ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. ഇന്ന് ലോകമെമ്പാടും ഈ ഓസോൺ ദിനമായി ആചരിക്കുകയാണ്. ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി 35 വർഷത്തോളമായി ഓസോൺ ദിനാചരണം സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ അതിൻ്റെ പ്രത്യേകത ഓസോൺ ഫോർ ലൈഫ് എന്നാണ് പറയുന്നത്, ജീവിതത്തിന് വേണ്ടിയുള്ള ഓസോണിന്. അതിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പങ്കുവെക്കുന്നത്. നമ്മോട് ഇന്ന് ഈ വിഷയവുമായി സംവദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് MMO കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡോട്ടി ജോൺ. മേഡത്തെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സുധീർ സാറെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ഡെപ്യൂട്ടി HM മറിയക്കുട്ടി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി സജി തോമസ് സാർ, SRG കൺവീനർ നവാസ് സാർ, ജയനമ്മ ടീച്ചർ, സൗദാബി ടീച്ചർ, നന്ദി പ്രകടിപ്പിക്കുന്ന നഷീദ ടീച്ചർ, എല്ലാവരെയും ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ഓൺലൈനായി ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്ഥാനത്തേക്ക് വേണ്ടി HM ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MMO കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡോട്ടി ജോൺ, നമ്മുടെ ഡെപ്യൂട്ടി HM മറിയമ്മക്കുട്ടി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി സജി തോമസ് സാർ, SRG കൺവീനർ നവാസ് സാർ, നവാസ് KV സാർ, സൗദാബി ടീച്ചർ, നഷീദ ടീച്ചർ, ജനിമ ടീച്ചർ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനം. നമുക്ക് ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന വാതക കുടമാണ് ഓസോൺ പാളി. ഈ ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനെക്കുറിച്ച്
അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഉദ്ദേശത്തോടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 1994 മുതൽ ഓസോൺ ദിനാചരണം നാം തുടങ്ങിയതാണല്ലോ. ലോകം ഒത്തുചേർന്ന് ഓസോണും കാലാവസ്ഥയും പുനഃസ്ഥാപിക്കും എന്ന ഇത്തവണത്തെ ഓസോൺ ദിനാചരണ മുദ്രാവാക്യം യാഥാർത്ഥ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിക്ക് ഈ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയ ഡോക്ടർ ഡോട്ടി ജോൺ സാറിനോട് വീട്ടിലും കുടുംബത്തിൻ്റെ അങ്ങേയറ്റത്തെ നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യ അതിഥി ഡോക്ടർ ഡോട്ടി ജോണിനെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. Respected Headmaster of PTM High School, Sudhir sir, respected Nawaz sir, who is my dear friend and my mother's student, respected teachers and my dear students. I'm very honored and thankful for giving me such an opportunity on this World Ozone Day. I have made a small presentation on ozone for life. Let us go through it. Ozone for life. Sun is the source of life on our planet Earth. But harmful components of sunlight, such as ultraviolet B and C or UV B and C, can cause skin damage and even affect our DNA. Like a sunscreen for Earth, the ozone layer or the ozone shield, which is 90% of the stratosphere, absorbs most of the ultraviolet radiation coming from the sun and thereby protects the living beings below. Ozone molecule is made up of 3 oxygen atoms. Ozone is a colorless gas. It is very active and it reacts readily with many substances. So, ozone laying nearest to the Earth's surface, that is in troposphere, is bad for us. But it absorbs the harmful UV radiations coming from the sun. So, the one in the stratosphere that absorbs UV radiations is a lifesaver. In 1974, these two scientists proposed that there were a group of gases being emitted into our atmosphere that could cause harm on our ozone layer. They are chlorofluorocarbons or CFCs. They had a very hard time because CFCs were used in a variety of products at that time, like air conditioners, refrigerators, aerosol spray cans, etc. But later, they received Nobel Prize in Chemistry in the year 1995. In 1985, these three gentlemen, Farmer, Gardner and Franklin, measured total amount of ozone between Earth's surface and space over Halley Station in Antarctica. They saw that the level of ozone was decreasing very fast over the years. This was a real shock. Now let us see how they measured the ozone, or what is its unit. The ozone layer is not a single layer of pure ozone. Let's find out how much ozone there would be in a column if we squeezed it into a single layer. At 273 Kelvin temperature and 1 atmosphere pressure, 1 Dobson unit gives a layer of ozone 10 micrometer thick. In this unit, the average amount of ozone in our atmosphere is roughly 300 Dobson units, equivalent to a layer of 3 millimeter thickness. An image of the whole was created
which was over Antarctica. The red and yellow colors show very low ozone. That we can see is a large area. There were a lot of anxieties and discussions in the international community, and in 1987 there was an international agreement called the Montreal Protocol, which contained regulations on the production of CFCs. These CFCs are inert and non-toxic, and these characteristics made them very popular and well suited for applications in refrigerator cans, etc. But these same characteristics make them a danger to life on Earth because some of them have a life of 50 to 100 years. So, even though the Montreal Protocol came into light, the effect of the ban on CFCs was very slow, as we can see from this picture. The whole area was the largest in the year 2000, but then it began to decrease. NASA and other agencies show a 20% decrease in ozone layer depletion. It is predicted that the hole will completely heal by 2050. But now there's a new problem. The world slowly shifted to HFC, hydrofluorocarbons, instead of CFC, chlorofluorocarbons, after the Montreal Protocol. These are greenhouse gases. It can cause global warming 10 times more effectively than carbon dioxide, which is our main villain. And they are increasing in the atmosphere. The reduction of greenhouse gases is dealt by Kyoto Protocol. Even though there seems to be developments that makes us anxious, like formation of a new hole over the Arctic and delay in recovery of the hole over the Antarctic region, things are far better now. The Arctic hole has healed and the Antarctic hole is healing, all thanks to Montreal Protocol. We celebrate World Ozone Day every year on 16th September to commemorate the signing of this Montreal Protocol. It is celebrated to spread awareness among the people about the depletion of ozone layer and search for possible solutions to preserve it. I hope I was able to do that at least a little bit. Thank you all. With all your permission, I declare the Ozone Day celebrations of PTM School inaugurated. Thank you. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് സെക്രട്ടറി സജി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എച്ച് എം സുധീർ സാർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യാതിഥി ഡോക്ടർ ഡോട്ടി ജോൺ, DHM മറിയമ്മക്കുട്ടി ടീച്ചർ, SRG കൺവീനർ നവാസ് സാർ, സയൻസ് ക്ലബ് കോർഡിനേറ്റർ KV നവാസ് സാർ, സയൻസ് ക്ലബ് കൺവീനർ നഷീദ ടീച്ചർ, സീനിയർ അധ്യാപകരായ ജൈനമ്മ ടീച്ചർ, സൗദാബി ടീച്ചർ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയരെ, വീണ്ടും നമ്മൾ ഒരു സെപ്റ്റംബർ 16 ഓസോൺ ദിനാചരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെയും കോവിഡ് രോഗഭീഷണിയുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഈ വർഷത്തെ ഓസോൺ ദിനാചരണത്തിന്റെ സ്ലോഗൻ, മുദ്രാവാക്യം ഓസോൺ ഫോർ ലൈഫ് എന്നതാണ്. വളരെ അർത്ഥവത്താണ് ഈ മുദ്രാവാക്യം. ജീവനെയും ജീവജാലങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഈ കവചം ഓസോൺ ലെയർ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിസ്ഥിതി സംരക്ഷണവും ഓസോൺ സംരക്ഷണവും പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന്റെ ആശങ്കകളോടൊപ്പം
ആശ്വാസം തരുന്ന നല്ല വാർത്തകളും അടുത്തയിടെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെയും പരിസ്ഥിതി മലിനീകരണത്തിന്റെയും തോതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇതുമൂലം ഓസോൺ പാളിയുടെ ശോഷണത്തിന്റെ നിരക്ക് വളരെയധികം കുറയുകയും ഓസോൺ പാളിക്കുണ്ടായ പരുക്കുകൾ കുറെയൊക്കെ നികത്തപ്പെടുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇത്തരം ശുഭകരമായ വാർത്തകൾ നമുക്ക് ആശ്വാസം തരുന്നത് തന്നെയാണ്. ഈ പരിമിതമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നല്ല ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നതിന് പ്രവർത്തിച്ച സയൻസ് ക്ലബ് കോർഡിനേറ്റർ KV നവാസ, സയൻസ് ക്ലബ് കൺവീനർ നഷീദ ടീച്ചർ, മറ്റ് സയൻസ് അധ്യാപകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ PTMന്റെ കരുത്തനായ സാധ്യ കൺവീനർ നവാസ് സാറിനെ ക്ഷണിക്കുന്നു. Good evening to one and all. September 16, World Ozone Day. Ozone for Life 2020 ഓസോൺ ദിന മുദ്രാവാക്യം അങ്ങനെയാണ്. ഓസോൺ ദിനത്തിൻ്റെ ഭാഗമായി PTMHS കൊടിയത്തൂർ സയൻസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വെർച്വൽ ഓസോൺ ഡേ മീറ്റിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ പുതപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷത്തിലെ അദൃശ്യ കാവൽക്കാരനായ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്നത്തെ വെർച്വൽ ഓസോൺ ഡേ മീറ്റിന് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. സീനിയർ അധ്യാപികയായ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ടീച്ചറിനെ ആശംസകൾ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമാണല്ലോ. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ശക്തമായ സംഘടന നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആഗോളതാപനവും അതിൻ്റെ ദുരന്ത ഫലങ്ങളും നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഭൂമിയെയും അതിലെ സകല ജീവജാലങ്ങളെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ഓസോൺ. നമ്മൾ ഉപയോഗിക്കുന്ന പല ആധുനിക ഉപകരണങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന CFC പോലെയുള്ള പദാർത്ഥങ്ങൾ ഈ ഓസോൺ പുതപ്പിന് സുഷിരമുണ്ടാക്കുകയും അതിൻ്റെ ഫലമായി ഭൂമിയിലേക്ക് കടന്നു വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ മനുഷ്യനും പ്രകൃതിക്കും വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പിന് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്നത് മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നവുമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓസോൺ ദിനത്തിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. കെമിസ്ട്രിയിലെ നമ്മുടെ പ്രിയപ്പെട്ട കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ അധ്യാപികയായ സൗദ ടീച്ചറെ ആശംസകൾ അർപ്പിക്കാൻ ബഹുമാനപ്പെട്ട HM സുധീർ സർ, ഡെപ്യൂട്ടി HM മറിമ ടീച്ചർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ഡോട്ടി ജോൺ മാം, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ. എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ വളരെ വിപുലമായിട്ട് ആചരിക്കുന്ന ഒരു ഡേ ആണ് ഓസോൺ ഡേ. പക്ഷേ ഈ വർഷം നമുക്ക് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ഇത് ആചരിക്കേണ്ടതായിട്ട് വന്നു. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഈ ഓസോൺ ലെയറിന്റെ പ്രാധാന്യം? എവിടെയാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്? എല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടുമുകളിലായിട്ടുള്ള വായുമണ്ഡലമാണല്ലോ സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് ഈ ഓസോൺ ലെയർ ഉള്ളത്. അപ്പോൾ ഓസോൺ ലെയർ നമ്മെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം ഹാനികരമായ അൾട്രാവയലറ്റ് സൂര്യവികിരണങ്ങളിൽ ഹാനികരമായിട്ടുള്ള UV റേസിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് എത്തിക്കാതെ നമ്മെ സംരക്ഷിക്കുന്നത് ഓസോണാണ്. അതായത് ഒരു അംബ്രല പോലെ നമ്മെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസോൺ ലെയറാണ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, ഈ ഓസോൺ ലെയറിൽ വിള്ളലുകൾ അഥവാ സുഷിരങ്ങൾ എന്ന് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇതിനോട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറയാണ്, അതിന് കനം കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ ഈ ഒരു ഹോൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന് കാരണമായിട്ടുള്ള CFC തുടങ്ങിയ CCl4 തുടങ്ങിയ അപകടകാരികളായിട്ടുള്ള വാതകങ്ങളാണ് ഇതിന് കാരണം. ഇതിനകത്തുള്ള ക്ലോറിനാണ് യഥാർത്ഥത്തിൽ അതിന്റെ വില്ലൻ.
പക്ഷേ ഇന്ന് CFC എല്ലാം ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ട്. പകരം HCFC ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ CAMSന്റെ പഠനപ്രകാരം, അതായത് കോപ്പർനിക്കസ് അറ്റ്മോസ്ഫിയർ മോണിറ്ററിംഗ് സർവീസിന്റെ പഠനപ്രകാരം ആർട്ടിക് റീജിയണിൽ രൂപപ്പെട്ടിരുന്ന ഓസോണിന്റെ ആ ഡിപ്ലീഷൻ, ആ ഹോൾ ഇപ്പോൾ അടഞ്ഞിട്ടുണ്ട്. അതായത് ഓസോൺ ലെയറിന്റെ തിക്നെസ് ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനിയും നമുക്ക് ഇത്തരം അപകടകാരികളായ വാതകങ്ങളെല്ലാം പരമാവധി തടഞ്ഞ് നമ്മുടെ ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം ഈ UV റേസ് എങ്ങാനും നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള ക്യാൻസറുകള്, കാലാവസ്ഥയിലെ വ്യതിയാനം, ജീവജാലങ്ങൾക്ക് എല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ ഒരു റേസാണ് UV റേസ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഈ ഒരു ഓസോൺ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കാം. എല്ലാവർക്കും, എല്ലാ കുട്ടികളും തന്നെ ഈ പ്രതിജ്ഞ എടുത്തേ മതിയാകും. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഓസോൺ ഡേയിൽ എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ പേരിലും കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും അർപ്പിക്കുന്നു. താങ്ക് യു. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കാൻ വേണ്ടി സയൻസ് ക്ലബിൻ്റെ കൺവീനറായ നമ്മുടെ പ്രിയപ്പെട്ട നഷീദ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആചരണവുമായി ബന്ധപ്പെട്ട് PTMHS ഹൈസ്കൂൾ സംഘടിപ്പിച്ച വെർച്വൽ ഓസോൺ ഡേ മീറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഡോട്ടി ജോൺ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് MAM കോളേജ് മാഡത്തിന് PTM കുടുംബത്തിൻ്റെയും സയൻസ് ക്ലബിൻ്റെയും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം അധ്യക്ഷനായ HM സുധീർ സാർ, അതുപോലെ DHM മറിയക്കുട്ടി ടീച്ചർ, നമ്മുടെ സജി തോമസ് സാർ, അതുപോലെ ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ജയനമ്മ ടീച്ചർ, അതുപോലെ നവാസ് സാർ, KK നവാസ് സാർ, സൗദാബി ടീച്ചർ, അതുപോലെ പ്രോഗ്രാം കോർഡിനേറ്റർ KV നവാസ് സാർ, തന്നെ ഈ പരിപാടി സശ്രദ്ധം വീക്ഷിച്ച നമ്മുടെ സ്കൂളിലെ സഹപ്രവർത്തകരായ അധ്യാപകർ, അതുപോലെ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.